ഏതായാലും ലോകകപ്പിലെ ഇന്നത്തെ മത്സരങ്ങൾ കൂടി നമുക്ക് ഒന്ന് പെട്ടെന്ന് നോക്കി വരാം. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന മത്സരങ്ങൾ പ്രധാനമായും ആരൊക്കെയാണ്? ഇന്ന് ഇംഗ്ലണ്ട് കളത്തിലുണ്ട്. ഹാരി കെയ്ന്റെ സ്വന്തം ഇംഗ്ലണ്ടുണ്ട്. പനാമയാണ് എതിരാളികൾ. പുലർച്ചെ 2:30-ക്കാണ് മത്സരം നടക്കാൻ പോകുന്നത്. നല്ല മത്സരമായിരിക്കും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം. ഒരു നോക്കൌട്ടിൽ എത്തിയത് കൊണ്ട് തന്നെ അത്ര പ്രശ്നമില്ല. എങ്കിലും 2:30-ക്കാണ് മത്സരം നടക്കാൻ പോകുന്നത്. അടുത്തത് ക്രൊയേഷ്യ ഘാന മത്സരം, അതും പുലർച്ചെ 2:30-ക്ക് തന്നെയാണ്. ക്രൊയേഷ്യ ഘാന മത്സരവും പുലർച്ചെ 2:30-ക്ക് തന്നെയാണ്. അപ്പോൾ ഉറക്കമൊഴിച്ച് കാണാം ഈ 2 കളികൾ എന്നതാണ്. മറ്റൊന്ന് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മത്സരം, അത് ദ വൺ ആൻഡ് ഓൺലി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ വീണ്ടും ഇറങ്ങുന്നു. പുലർച്ചെ 5 മണിക്കാണ് മത്സരം. കൊളംബിയയാണ് എതിരാളികൾ. കൊളംബിയ നിസ്സാരക്കാരല്ല, കരുത്തരാണ്. അതുകൊണ്ട് പുലർച്ചെ 5 മണിക്ക് നടക്കുന്ന കൊളംബിയ പോർച്ചുഗൽ മത്സരവും പൊടിപാറും എന്നുറപ്പാണ്. മറ്റൊന്ന് അർജന്റീന ഇന്ന് വീണ്ടും എത്തുകയാണ്. അർജന്റീന ജോർദാൻ മത്സരം പുലർച്ചെ 7:30-ക്കാണ്. മെസ്സി ആരാധകരെ സംബന്ധിച്ചിടത്തോളം മെസ്സിയുടെ മത്സരം കാണാനാകില്ല. മെസ്സി ബെഞ്ചിലായിരിക്കുമെന്നാണ് ഇപ്പോൾ കോച്ച് തന്നെ സ്കലോണി തന്നെ അറിയിച്ചിരിക്കുന്നത്. മെസ്സി കളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗോളുകൾ വാരിക്കൂട്ടാമായിരുന്നു. വിനേഷ് വീണ്ടും ചേരുകയാണ്. വിനേഷ്, അതാണ് മെസ്സി എല്ലാ മത്സരത്തിലും കളിക്കണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നാളെ എന്തായാലും ഇല്ല, പക്ഷേ നോക്കൌട്ടിലൊക്കെ എത്തിയ സ്ഥിതിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയം കൂടി ആയി. പക്ഷേ പകരക്കാരനായി ഇറങ്ങുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയും. ഇന്നലെ ഇപ്പോൾ നോർവേയുടെ കാര്യം നോക്കുക, 10 താരങ്ങളെയാണ് അവർ മാറ്റിയത്. ഹാലൻഡ് അടക്കമുള്ള താരങ്ങൾ ബെഞ്ചിലായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ചിലകന്റെ മനസ്സിൽ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഒരുപക്ഷെ മൊത്തത്തിലൊരു ടീമിന്റെ ഒരു ചേഞ്ച് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് പോർച്ചുഗലിന് കൊളംബിയയാണ് എതിരാളികൾ. അവരും നിസ്സാരക്കാരല്ല, കൊളംബിയയും ശക്തമായ ടീമാണ്. പക്ഷേ CR7 തിരിച്ചു വന്നിട്ടുണ്ട്. ആരാധകർക്ക് ആവേശമുണ്ട്. നമുക്ക് ഇന്ന് ആദ്യം പോർച്ചുഗലിന്റെ ഒരു സാധ്യത 11 നമുക്ക് നോക്കേണ്ടത്. ഇതിൽ ആരൊക്കെയായിരിക്കും ഉണ്ടാവുക? കഴിഞ്ഞ കളിയിൽ ഉഷാറായി പോർച്ചുഗൽ വീണ്ടും ഒരു ടീം സെറ്റായി വന്നിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഒത്തൊരുമ അവരുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒന്നടങ്കം ഉണ്ടായിട്ടുണ്ട്. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്ക് പന്ത് എത്തിപ്പോകുന്നതും കണ്ടു. നമുക്ക് ആ ഒരു പോർച്ചുഗലിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു, ആ മൈതാനത്തേക്കും എത്തിക്കഴിഞ്ഞു. ഏതായാലും ആദ്യ 11 നമുക്ക് എങ്ങനെയായിരിക്കും സാധ്യത 11 എന്നുള്ളത് വളരെ വേഗത്തിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും ഇത് റോബോട്ടിക് ട്രെയിനിൽ നമ്മൾ ഉയർന്ന് പൊങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു ചുവപ്പും പച്ചയും ഇടം കലർന്ന് കാണാൻ ഒരു ഭംഗി. നോർവേയുടെ മത്സരത്തിലെ സ്റ്റേഡിയം അതുപോലെയായിരുന്നു അല്ലെ? ഒരു ഭാഗത്ത് നിറയെ അങ്ങ് ഓറഞ്ച് നിറമായിരുന്നു. നമ്മൾ ഇന്ന് തുടക്കത്തിൽ കാണിച്ച വീഡിയോ പോലെ അതെ, വലിയ ആവേശമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലൈനപ്പിലേക്ക് പോവാം. ലൈനപ്പിലേക്ക് പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗോൾ കീപ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏതായാലും ആദ്യം മൈതാനത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. പതുക്കെ ഇനി നമുക്ക് ഗോൾ കീപ്പറിലേക്ക് അതിവേഗം പോവുകയാണെങ്കിൽ ആരായിരിക്കും ഗോൾ കീപ്പർ? ഗോൾ കീപ്പറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും? മാറ്റത്തിനൊരു സാധ്യതയുമില്ല. കാരണം ഇത് നിർണായക മത്സരമാണ്. കൊളംബിയക്കെതിരെ ജയിച്ചാൽ മാത്രമാണ് ആ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മുന്നോട്ട് പോവുക എന്നുള്ളത് കൊണ്ട് തന്നെ ഗോൾ കീപ്പർ ഡീഗോ കോസ്റ്റ തന്നെയായിരിക്കും. പരീക്ഷണങ്ങൾക്ക് ഒന്നും മുതിരില്ല. അപ്പോൾ ഡീഗോ കോസ്റ്റ ഇതുവരെ തറക്കേട്ടില്ലാത്ത പ്രകടനം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഫൻസിലേക്ക് പോകാം. റൈറ്റ് വിങ് ബാക്ക് സ്ഥാനത്ത് നിന്ന് നമുക്ക് പ്രതിരോധത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ റൈറ്റ് വിങ് സ്ഥാനത്തും വലിയ മാറ്റത്തിന് സാധ്യതയില്ല. ജാവോ കാൻസലോ തന്നെയായിരിക്കും ആദ്യ ലെവലിൽ ഉണ്ടാവുക. ആ വിങ്ങുകളിലൂടെ ആക്രമണം നയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടി ഏതായാലും ജാവോ കാൻസലേക്ക് ഉണ്ടാകും. ഇനി സെൻട്രൽ ഡിഫൻസിലേക്ക് പോകാം. സെൻട്രൽ ഡിഫൻസിലേക്ക് വരുമ്പോൾ 2 താരങ്ങൾ ആണുള്ളത്. അതിൽ ഒന്ന് റൂബൻ ഡയസ് ആണ്. റൂബൻ ഡയസും കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നു. റൂബൻ ഡയസ് അവിടെ പൊരുതി തന്നെ നിൽക്കേണ്ടതുണ്ട്, ഒരു മതിലായി നിൽക്കേണ്ടതുണ്ട്. കൊളംബിയക്കെതിരെ ഹാമസ് റോഡ്രിഗസ് ഒക്കെ മറുവശത്തുണ്ട്. അറ്റാക്കിംഗ് ഗെയിമാണ് കൊളംബിയ പരീക്ഷിച്ച് കാണുന്നത്. അപ്പോൾ പ്രതിരോധ നിരക്ക് നല്ല പ്രസിംഗ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി റൂബൻ ഡയസിന് കൂട്ടായി അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ സെൻട്രൽ ഡിഫൻസിൽ ഉള്ളത് റെനാറ്റോ വെയ്ഗയാണ്. റെനാറ്റോ വെയ്ഗ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല പ്രകടനം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇനി നമുക്ക് ലെഫ്റ്റ് വിങ് ബാക്ക് സ്ഥാനത്ത് ആരായിരിക്കും എന്നുള്ളത് കൂടി നോക്കുകയാണെങ്കിൽ ന്യൂനോ മെൻഡസ് തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇതുപോലെ തന്നെ ന്യൂനോ മെൻഡസ് തന്നെ ഇടതുവശത്ത് നിന്ന് വിങ്ങിൽ നിന്ന് ആക്രമണം മുന്നോട്ടേക്ക് നയിക്കാൻ, പന്ത് മുന്നോട്ടേക്ക് എത്തിക്കാനായി അദ്ദേഹവും ഉണ്ടാകും. ഇനി നമുക്ക് മധ്യനിരയിലേക്ക് പോകാം. ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായി 2 താരങ്ങളാണ് ഉണ്ടാവുക. ഡിഫൻസീവ് മിഡ്ഫീൽഡറിൽ ഒന്ന് വിറ്റീഞ്ഞയാണ്. വിറ്റീഞ്ഞ ആദ്യ മത്സരത്തിൽ കൂടുതൽ ടച്ചുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഏറെ പഴി കേട്ടതാണ്. പിന്നീട് അദ്ദേഹവും ഓക്കെ ആയിട്ടുണ്ട്, കളം നിറഞ്ഞ് കളിക്കുന്നുണ്ട്. കളം നിറഞ്ഞ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ അദ്ദേഹം ആ ഒരു തിരിച്ച് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആദ്യ മത്സരത്തിൽ ഒരുപക്ഷെ എനിക്ക് ട്രോൾ പെരുമഴയായിരുന്നു. കൃത്യമായി, കാരണം കാലിൽ പന്തുണ്ടായിരുന്നു, പക്ഷേ അത് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ വിറ്റീഞ്ഞയ്ക്ക് കൂട്ടായി ജാവോ നെവസ് ഉണ്ടാകും. അദ്ദേഹം യുവതാരമാണ്, PSG യുടെ താരമായിട്ടുള്ള ജാവോ നെവസും ഏതായാലും വിറ്റീഞ്ഞയ്ക്ക് കൂട്ടായി ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായി ഉണ്ടാകും. ഇനി നമുക്ക് കുറച്ചുകൂടി അറ്റാക്കിങ്ങിലേക്ക് കയറി കളിക്കുന്ന മിഡ്ഫീൽഡിലെ അറ്റാക്കർമാരായി ഒന്ന് വരുന്നത് പെഡ്രോ നെറ്റോയാണ്. പെഡ്രോ നെറ്റോയ്ക്ക് പരിശീലകൻ ആദ്യ ലെവലിൽ സ്ഥാനം
കൊടുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം വലതുവശത്ത് ഏതായാലും ഉണ്ടാവും. വലതു വിങ്ങിൽ നിന്ന് ആക്രമണം നയിക്കാനായി പെഡ്രോ നെറ്റോയും ഉണ്ടാകും. ഇനി സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. അതായത് ഒരു കളി മെനയുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ടാകും. പന്ത് 4 വശത്തേക്കും എത്തിക്കുക, പ്രത്യേകിച്ച് മുന്നേറ്റത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പന്ത് എത്തിക്കുക. റൊണാൾഡോയ്ക്ക് ബ്രൂണോ ഫെർണാണ്ടസ് എത്തിക്കുന്ന പന്തുകളായിരിക്കും നിർണായകം. ഈ റൊണാൾഡോയ്ക്ക് പന്ത് എത്തിക്കുന്നില്ല എന്നതായിരുന്നു ആദ്യ മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഴിയും അത് തന്നെയായിരുന്നു. ഏതായാലും ഈ മിഡ്ഫീൽഡേഴ്സിനൊക്കെ നല്ല റോൾ ഉണ്ടാകും ഇന്നത്തെ മത്സരത്തിലും. അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് പന്ത് എത്തിക്കട്ടെ. ബ്രൂണോ ഫെർണാണ്ടസിൽ നമുക്ക് അടുത്ത ഇടതുവശത്ത് നിന്ന് പന്ത് റൊണാൾഡോയ്ക്ക് കൊടുക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഗോൾ അടിക്കാൻ വരുന്നത് ആര് എന്നുള്ളത് ജാവോ ഫെലിക്സ് തന്നെയാണ്. ജാവോ ഫെലിക്സ് ആദ്യ ബെല്ലിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഒരു സാധ്യത ഇലവനാണ്, അതായത് ഫുട്ബോൾ പണ്ഡിതന്മാരൊക്കെ പ്രവചിക്കുന്ന ഒരു ലൈനപ്പ് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 3 പേരും കൂടി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് മുന്നേറ്റത്തിലേക്ക് വരാം. മുന്നേറ്റത്തിൽ സ്ട്രൈക്കറായി വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഏതായാലും ഒരു 80 മിനിറ്റ് വരെയെങ്കിലും അദ്ദേഹം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മൈതാനത്ത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും 4-2-3-1 എന്നുള്ള നിലയിലായിരിക്കും ഒരുപക്ഷെ പോർച്ചുഗലിനെ പറങ്കിപ്പടയെ ഏതായാലും മൈതാനത്ത് വിന്യസിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ CR7 ഈ ഗോൾ അടിച്ച് കൂട്ടി ടോപ്പ് സ്കോറർ ആവണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ മത്സരം നോക്കൌട്ടിന് മുൻപുള്ള മത്സരങ്ങൾ എന്തായാലും ഇത്തരത്തിൽ ഗോൾ അടിക്കുന്നതിന് ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗോളടിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ലോകകപ്പിൽ ഇതുവരെ ഗോൾ കൂടുതൽ അടിച്ച ആളുകളിലേക്ക് പോകണം. അതിനു മുൻപ് നമുക്ക് ആ മൈതാനത്ത് നിന്ന് ഒന്ന് മാറാം എന്ന് തോന്നുന്നു. കാരണം മൈതാനത്ത് നിന്ന് മാറുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി ആരൊക്കെയാണ് ഇപ്പോൾ ടോപ്പ് സ്കോറർ റണ്ണിൽ അല്ലെങ്കിൽ ഗോൾഡൻ ബൂട്ട് റണ്ണിൽ മുന്നിലുള്ള താരങ്ങൾ ആരൊക്കെ എന്ന് നോക്കുകയാണെങ്കിൽ ഏതായാലും ആ പട്ടികയാണ് ഈ കാണുന്നത്. ആ പട്ടികയിലൊക്കെ വമ്പന്മാരാണ് കേട്ടോ. നോക്കൂ, എല്ലാവരും ഡെംബലെ ഇടം പിടിച്ചിട്ടുണ്ട്. 2 ഫ്രാൻസുകാരാണ് ആ ഒരു പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഒന്ന് ഒസ്മാൻ ഡെംബലെ, മറ്റൊന്ന് കിലിയൻ എംബാപ്പെ. ഡെംബലെ ഉണ്ടായിരുന്നില്ല. മെസ്സിയും ഹോളണ്ടും എംബാപ്പയും വിനീഷ്യസ് ജൂനിയറുമായിരുന്നു. മെസ്സി ഡെംബലെ കഴിഞ്ഞ മത്സരത്തിലെ ഇന്നലത്തെ ഹാട്രിക്കോട് കൂടി ആ പട്ടികയിലേക്ക് വരികയാണ്. മെസ്സിയുടെ കാര്യത്തിൽ ഇളക്കമൊന്നുമില്ല. പക്ഷേ മറ്റു താരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹാലൻഡിന്റെ 3 മത്സരങ്ങൾ കഴിഞ്ഞു, അതിൽ 2 മത്സരമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ എന്നത് അവിടെ വെക്കുക. പക്ഷേ മെസ്സിക്ക് ഇനിയും ഒരു കളിയും കൂടി അവസരമുണ്ട്. ഒരുപക്ഷെ പകരക്കാരനായി ഇറങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ 3 കളിയിൽ നിന്ന് ഒരുപക്ഷെ 6 ഗോൾ 7 ഗോളിലേക്കൊക്കെ എത്തിക്കാം. അതെ, അപ്പോൾ മെസ്സി ഉണ്ട്, എർലിംഗ് ഹാലൻഡിന് 4 ഗോൾ, കിലിയൻ എംബാപ്പെ 4, ഒസ്മാൻ ഡെംബലെ 4, വിനീഷ്യസ് ജൂനിയർ 4. അപ്പോൾ അതാണ് ഉറുകുകയാണ് ആ ഒരു പോരാട്ടം എന്നുള്ളതാണ്.